in solutions. എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്? A solution is a homogeneous mixture of two or more components. രണ്ടോ അതിൽ കൂടുതലോ കമ്പോണൻസ് അടങ്ങിയ ഒരു ഹോമോജനസ് മിക്സർ ആണ് സൊല്യൂഷൻ. നിങ്ങൾ ലൈനി എന്ന് കേട്ടിട്ടുണ്ടാവും, അതാണ് സൊല്യൂഷൻ. ഒരു സൊല്യൂഷനിൽ മിനിമം 2 കമ്പോണൻസ് ഉണ്ടാവും. ഒരു സൊല്യൂഷനിലെ 2 കമ്പോണൻസിന് പറയുന്ന പേരാണ് സൊല്യൂട്ട്, അതേപോലെ സോൾവെന്റ്. ഒരു സൊല്യൂഷനിലുള്ള 2 കമ്പോണൻസ് ആണ് സൊല്യൂട്ട്, സോൾവെന്റ്. എന്താണ് സൊല്യൂട്ട്? The component that is present in lesser quantity in a solution is called a solute. ഒരു സൊല്യൂഷനിൽ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് ഏത് കമ്പോണന്റ് ആണോ ആ കമ്പോണന്റിനെയാണ് നമ്മൾ സൊല്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ സോൾവെന്റ് എന്തായിരിക്കും? The component that is present in larger quantity in a solution is called a solvent. ഒരു സൊല്യൂഷനിൽ കൂടുതൽ അളവിൽ കാണപ്പെടുന്ന കമ്പോണന്റ് ഏതാണോ ആ കമ്പോണന്റിനെയാണ് സോൾവെന്റ് എന്ന് പറയുന്നത്. A solution is a homogeneous mixture of 2 or more components. ഇനി ഈ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ഡിഫറെന്റ് ടേംസ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ടേം മാസ് പെർസെന്റ്. മാസ് പെർസെന്റ് ഇത് നമ്മൾ മുൻ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. മാസ് പെർസെന്റേജ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ മാസ് പെർസെന്റ് ഓഫ് എ കമ്പോണന്റ്, ഫോർ എക്സാമ്പിൾ സൊല്യൂട്ട്, മാസ് പെർസെന്റ് ഓഫ് solute is equal to mass of solute divided by mass of solution into 100. Mass percent of solute is equal to mass of solute by mass of solution into 100. നമ്മൾ ഒരു എലമെന്റിന്റെ മാസ് പെർസെന്റ് നമ്മൾ നേരത്തെ കോമ്പൗണ്ടിനകത്ത് ഓരോ എലമെന്റ്സിന്റെയും മാസ് പെർസെന്റ് കണ്ടുപിടിച്ചതാണ്. അതേപോലെ മാസ് പെർസെന്റ് ഓഫ് എ കമ്പോണന്റ് സൊല്യൂട്ട് ആണെങ്കിൽ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ. സൊല്യൂഷന്റെ മാസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സൊല്യൂട്ടിന്റെ മാസ് ഉണ്ടാവും, സോൾവെന്റിന്റെ മാസ് ഉണ്ടാവും. അപ്പോൾ മാസ് ഓഫ് സൊല്യൂഷൻ into 100. ഇതേപോലെ സോൾവെന്റിനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ മാസ് പെർസെന്റ് ഓഫ് സോൾവെന്റ് is equal to mass of solvent divided by mass of solution into 100. ഇതാണ് മാസ് പെർസെന്റ്. ഇനി ഒരു സൊല്യൂഷന് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള രണ്ടാമത്തെ ടേം അതാണ് മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ ഇത് കൈ എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. എക്സ് പോലെ കാണുമ്പോൾ എക്സ് പോലെ തോന്നും കൈ. മോൾ ഫ്രാക്ഷൻ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പെർട്ടിക്കുലർ കമ്പോണന്റ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദ കമ്പോണന്റ്സ് പ്രസന്റ് ഇൻ എ സൊല്യൂഷൻ. കൺസിഡർ എ ബൈനറി സൊല്യൂഷൻ AB. എ എന്ന കമ്പോണന്റും ബി എന്ന കമ്പോണന്റും മാത്രമുള്ള ഒരു സൊല്യൂഷൻ കൺസിഡർ ചെയ്യും. ബൈനറി സൊല്യൂഷൻ. ബൈനറി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2 കമ്പോണന്റ്സ് മാത്രമുള്ള ഒരു സൊല്യൂഷൻ. AB എന്ന സൊല്യൂഷൻ അല്ലെങ്കിൽ എ ഒരു കമ്പോണന്റ് ബി ഒരു കമ്പോണന്റ്. അപ്പൊ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എയുടെ മോൾ ഫ്രാക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുക. എയുടെ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ എ എന്ന് റെപ്രസെന്റ് ചെയ്യും. കൈ എ മോൾ ഫ്രാക്ഷൻ ഓഫ് എ is equal to number of moles of A, number of moles of A divided by total number of moles of the compound. Total number of moles
കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ നമ്പർ ഓഫ് മോൾസും ടോട്ടൽ നമ്പർ ഓഫ് മോൾസും തമ്മിലുള്ള റേഷ്യോ. ഇതേപോലെ സെക്കൻഡ് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ബിയുടെ മോൾ ഫ്രാക്ഷൻ കൈ ബി റെപ്രസെന്റ് ചെയ്യും. It is equal to number of moles of B divided by total number of moles. Total number of moles of all the components. So, mole fraction is the ratio of number of moles of a particular component to the total number of moles of all the components present in a solution. For number of moles, we represent number of moles. A is equal to Na by total number of moles A number of moles plus B number of moles. But other two components total number of moles A number of moles plus B number of moles. But A, that is the mole fraction of A in the component. C to Na by Na plus Nb. This is chi B is equal to number of moles of B, that is Nb divided by Na plus Nb. For a binary solution, the sum of mole fractions of all the components is unit, that is chi A plus chi B is equal to 1. ഒരു ബൈനറി സൊല്യൂഷൻ ആണെങ്കിൽ അതിനകത്തുള്ള എല്ലാ കമ്പോണൻസിന്റെയും മോൾ ഫ്രാക്ഷൻസിന്റെ സമ്മ് യൂണിറ്റി ആയിരിക്കും. chi A plus chi B is equal to 1 for a binary solution. The solution concentration express ചെയ്യാനുള്ള രണ്ട് ടേംസ് നമ്മൾ പഠിച്ചു. ഒന്നാമത്തത് മാസ് പെർസെന്റ്, രണ്ടാമത്തത് മോൾ ഫ്രാക്ഷൻ. ഇനി മൂന്നാമത്തെ ടേമാണ് മൊളാരിറ്റി. ക്യാപിറ്റൽ M എന്ന് റെപ്രസെന്റ് ചെയ്യും. Molarity is the number of moles of solute present per liter of the solution. ഒരു ലിറ്റർ സൊല്യൂഷനിൽ എത്ര നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ട് പ്രസന്റ് ആണ് എന്ന് കാണിക്കുന്ന ടേമാണ് മൊളാരിറ്റി. ഇസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് per liter of the solution. Molarity M is equal to number of moles of solute divided by volume of solution in liter. Molarity is equal to number of moles of solute divided by volume of solution in liter. ഒരു 5 molar solution എന്ന് പറഞ്ഞാൽ 5 moles സൊല്യൂട്ട് ഒരു ലിറ്റർ സൊല്യൂഷനിൽ അടങ്ങിയിട്ടുണ്ടാവും. 2 molar solution എന്ന് പറഞ്ഞാൽ 2 number of moles of solute ഉണ്ടാവും ഒരു ലിറ്റർ സൊല്യൂഷൻ. ഒരു ബൈനറി സൊല്യൂഷൻ കൺസിഡർ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞു എ ബി എന്നുള്ള സൊല്യൂഷൻ ആണെങ്കിൽ എ ആയിരിക്കും നമ്മൾ യൂഷ്വലി സോൾവെന്റ് ആയിട്ട് എടുക്കുന്നത്, ബി ആണ് നമ്മൾ സൊല്യൂട്ട് ആയിട്ട് എടുക്കുന്നത്. അങ്ങനെയുള്ള ഒരു സൊല്യൂഷൻ ആണെങ്കിൽ അതിന്റെ മൊളാരിറ്റി M is equal to WB into 1000 divided by MB into volume of solution in ml. Molarity M is equal to WB into 1000 divided by MB into volume of solution in ml. WB എന്ന് പറഞ്ഞാൽ B ആണ് സൊല്യൂട്ട് ആണ്, മാസ് ഓഫ് സൊല്യൂട്ട്. WB മാസ് ഓഫ് സൊല്യൂട്ട്, MB മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. given mass
by and molar mass. അങ്ങനെയാണ് നമ്മൾ number of moles. WB by MB എന്നത് number of moles. Number of moles in 1 liter. അതിനെയാണ് നമ്മൾ molarity എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ലിറ്റർ എന്ന് പറയാൻ ml ആക്കിയിട്ടുണ്ട്. നമുക്കറിയാം ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 ml. അതുകൊണ്ടാണ് നമ്മൾ 1000 കൂടെ വന്നത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഫോർ 1 ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ. അതിനെയാണ് നമ്മൾ മൊളാരിറ്റി എന്ന് പറയുന്നത്. അതിന്റെ ഇക്വേഷൻ ആണ് m = WB × 1000 divided by MB × volume of solution in m. ml ലിറ്ററിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഈ 1000 ടേം ഉണ്ടാവില്ലെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം. ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള നാലാമത്തെ ടേമാണ് മൊളാലിറ്റി. മൊളാലിറ്റി സ്മോൾ ലെറ്റർ m കൊണ്ടാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. മൊളാലിറ്റി നമ്മൾ പഠിച്ചു. അടുത്ത ടേമാണ് മൊളാലിറ്റി. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഫോർ kilogram of the solvent. Molality is the number of moles of solute present per kilogram of the solvent. ഒരു കിലോഗ്രാം സോൾവെന്റിൽ എത്ര നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ട് പ്രസന്റ് ആണ് അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ടേമാണ് മൊളാലിറ്റി. മൊളാലിറ്റി സ്മോൾ ലെറ്റർ m = number of moles of solute divided by mass of solvent in kilogram. Molality m = number of moles of solute divided by mass of solvent in kilogram. നേരത്തെ എടുത്ത ബൈനറി മിക്സ് എടുത്ത് AB അങ്ങനെയാണെങ്കിൽ അതിന്റെ മൊളാലിറ്റി m = നേരത്തെ പറഞ്ഞു A എന്നുള്ള കമ്പോണന്റ് യൂഷ്വലി സോൾവെന്റ് ആയിരിക്കും, B എന്ന കമ്പോണന്റ് ആയിരിക്കും സൊല്യൂട്ട്. അപ്പോൾ മൊളാലിറ്റി m = WB × 1000 divided by MB × WA in gram. നേരത്തെ പറഞ്ഞു WB എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂട്ട്, MB മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. അപ്പോൾ WB by MB given mass by molar mass. Number of moles. Number of moles per kilogram. Number of moles of solute per kilogram of the solvent. അതിനെയാണ് നമ്മൾ molality എന്ന് പറയുന്നത്. Number of moles per kilogram of the solvent. ഇവിടെ നമ്മൾ കിലോഗ്രാമിനെ ഗ്രാം ആക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ 1000 ഗ്രാം. ഇനി ഇവിടെ നിങ്ങൾ ഗ്രാമിന് പകരം കിലോഗ്രാം എടുക്കുന്നെങ്കിൽ ഈ 1000 ഒഴിവാക്കിയാണ്. അപ്പോൾ molality C = WB × 1000 divided by MB × WA in gram. Molality is independent of temperature. Molality ടെമ്പറേച്ചറിനെ ഇൻഡിപെൻഡന്റ്, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ബാക്കി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്.